നമുക്ക് നല്ലൊരു വാഴയില പുട്ടുട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് നല്ല കേക്കയുടെ പുട്ടുപൊടി എടുത്ത് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുഞ്ഞാപ്പിക്കൊന്നും പുട്ട് വേണ്ട എന്നും പറഞ്ഞിട്ട് അവൻ മാഗി ഉണ്ടാക്കി തരാൻ പറഞ്ഞ് മടിച്ച് പിടിച്ച് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മാഗി പെട്ടെന്ന് തന്നെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വാഴയില ഈ ഇറുക്കിൽ വെച്ച് കുത്തിയെടുക്കണം. നമ്മുടെ പുട്ടുകുറ്റി പോലെ തന്നെ നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ കുത്തി ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് പുട്ട് നിറച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ മാഗി ഈ ഒരടുപ്പ് റെഡിയായി. ആ സമയം നമ്മൾ കുത്തി വെച്ചിരുന്ന വാഴയില എടുത്ത് നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് എടുത്ത് വെക്കണം. കണ്ടോ, നമ്മൾ എന്നിട്ട് നല്ല സാദാ പുട്ട് നമ്മൾ കുറ്റിയിലുണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഈ വാഴയിലയിലോട്ട് നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും പുട്ടുപൊടി അതിൻ്റെ മുകളിൽ തേങ്ങ എന്ന രീതിയിൽ നിറയ്ക്കണം. നമ്മൾ വാഴയില അറിയാമല്ലോ, വാഴയിലയിൽ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ പൊതിച്ചോറൊക്കെ വാഴയിലയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ, എന്താ ഒരു ടേസ്റ്റ് അല്ലേ. ചോറ് പാത്രത്തിൽ കൊണ്ടുപോകുന്നേക്കാളും ഒരു ടേസ്റ്റാണിത്. കണ്ടോ, ഇങ്ങനെ പുട്ട് നിറച്ചതിന് ശേഷം അത് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് ആവി വരുത്തണം. ആവിക്ക് വെച്ചതിന് ശേഷം ഞാൻ കുഞ്ഞാപ്പിക്ക് മാഗി എടുത്ത് കൊടുത്തായിരുന്നു. കുഞ്ഞാപ്പിക്കും കിച്ചുവിനും മാഗി മതിയായിരുന്നു. അപ്പോൾ ആ പിള്ളേർ രണ്ടുപേരും കൂടെ മാഗി കഴിച്ചു. അപ്പം നമ്മൾ കണ്ടോ, നമുക്ക് കഴിക്കാനുള്ള ആ ഒരു പുട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായി ഇരിപ്പുണ്ട്. കണ്ടോ.